Hello students, next topic root test for power series. Let sigma equal to 0 to infinity ai x raised to I be a given power series and assume that limit I tends to infinity ai mod ai raised to 1 by I is equal to rho exists, then the radius of convergence is r is equal to 1 by rho. അപ്പോൾ നമ്മൾ റേഷ്യോ ടെസ്റ്റ് ഓൾറെഡി പഠിച്ചു. റേഷ്യോ ടെസ്റ്റും റൂട്ട് ടെസ്റ്റും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ റേഷ്യോ ടെസ്റ്റും റൂട്ട് ടെസ്റ്റും സാധാരണ സീരീസുകൾക്കും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില സീരീസിന്റെ കോഎഫിഷ്യൻസ് നോക്കുമ്പോൾ റേഷ്യോ കണ്ടുപിടിക്കാനായിരിക്കും, കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും എളുപ്പം. എന്നിരുന്നാൽ ചില സീരീസുകൾക്ക് റൂട്ട് കണ്ടുപിടിക്കാൻ, ith റൂട്ട്, ഇതാ അപ്പോൾ ഇവിടെ ith റൂട്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്, റേസ് ടു 1 by i എന്ന് വെച്ചാൽ ith റൂട്ട് കണ്ടുപിടിക്കാനായിരിക്കും എളുപ്പം ഉണ്ടാവുക. അപ്പോൾ അത് വെച്ചിട്ട് റേഷ്യോ ടെസ്റ്റിലാണെങ്കിൽ നമ്മൾ L കാൽക്കുലേറ്റ് ചെയ്തിട്ട് r ഈക്വൽ ടു 1 by l എന്ന് എഴുതുന്നു. ഇവിടെ നമ്മൾ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട്, അവിടെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിട്ട് r ഈക്വൽ ടു 1 by l, ഇവിടെ നമ്മൾ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് r ഈക്വൽ ടു 1 by rho എന്ന് എഴുതുന്നു. അത് മാത്രമാണ് രണ്ട് ടെസ്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം. ഇനി അത് ഏതിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ നോക്കിയാൽ സാധാരണ പവർ സീരീസ് തന്നെ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആകുന്ന പവർ സീരീസ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ചെയ്ത പ്രോബ്ലം പോലെ എങ്ങാനും ഇവിടെ x മൈനസ് എക്സ് നോട്ട് എന്നുള്ള ഫോം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഫൈനലി എഴുതുന്നതിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, ബാക്കിത്തൊന്നും വ്യത്യാസം വരണില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതിയാവും. ടെസ്റ്റ് പഠിക്കാൻ എളുപ്പം ഇങ്ങനെ x നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുത്തിട്ട് എഴുതുന്നതാണ് ഇപ്പോഴും എളുപ്പം. ഇനി ഏതിന് റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യും, ഏതിന് റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യുമെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അതിന്റെ കോഎഫിഷ്യന്റ് കണ്ടിട്ടാ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ചില കോഎഫിഷ്യൻസിന്റെ റേഷ്യോ ഞാൻ പറഞ്ഞില്ലേ, റേഷ്യോ കണ്ടുപിടിക്കാനായിരിക്കും എളുപ്പം. ഇപ്പൊ ഈ ഒരു പ്രോബ്ലത്തിന്റെ കോഎഫിഷ്യന്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ai എക്സ് റേസ് ടു i എന്നുള്ള ഫോമിൽ ഉള്ള പവർ സീരീസ് ആണിത്. പക്ഷെ ഇതിന്റെ ai നോക്കിയേ, ai ഈക്വൽ ടു 1 by 2 plus 1 by i the whole raised to i എന്നാണ് എടുക്കുന്നത് അല്ലേ. അപ്പൊ ഇതിന്റെ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞ പ്രോബ്ലം ഒക്കെ പോലെ L കാൽക്കുലേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ പവറിൽ ഇവിടെ i ഉള്ളതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് വെട്ടിക്കളഞ്ഞൊന്നും അതിന്റെ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് L കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ പവറിൽ, ഈ കോഎഫിഷ്യന്റിന്റെ പവറിൽ എന്തെങ്കിലും നമ്പേഴ്സ് ഉണ്ട് എങ്കിൽ, എസ്പെഷ്യലി i ഒക്കെ ഉണ്ട് എങ്കിൽ, നമുക്കതിന്റെ റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും എളുപ്പം. റൂട്ട് ടെസ്റ്റ് ഇങ്ങനെയുള്ള പവറിൽ, ഈ കോഎഫിഷ്യന്റിന്റെ പവറിൽ, ഓൾറെഡി ഇത് പവർ സീരീസ് ആണ്, എക്സിന്റെ പവർ ആയിട്ട് വരുന്ന സീരീസ് ആണ്. അതുകൂടാതെ അതിന്റെ കോഎഫിഷ്യന്റിന്റെ പവറിലും വാല്യൂസ് ഉണ്ട് എങ്കിൽ നമ്മൾ റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യരുത്, പകരം റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യണം. ആ കോഎഫിഷ്യന്റിന്റെ മോഡുലസ് വാല്യൂവിന്റെ ith റൂട്ട് എടുക്കും. ആ ith റൂട്ടിനെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് റേഡിയസ് ഓഫ് കൺവേർജൻസ് കിട്ടും. ഓക്കെ, അതാണ് ആ വ്യത്യാസം. അപ്പൊ ഏത് വേണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം, കണ്ടിട്ട് വേണം, അത് കോഎഫിഷ്യന്റിനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മളത് ഡിസൈഡ് ചെയ്യാനായിട്ട്. Find the radius of convergence of the series sigma equal to 1 to infinity x raised to I by 1 by 2 plus 1 by I the whole raised to I. അപ്പോൾ ഇത് പവറിൽ, കോഎഫിഷ്യന്റിന്റെ പവറിൽ വാല്യൂ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ റോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിമിറ്റ് I tends to infinity mod ai raised to 1 by I. That is limit I tends to infinity 1 by 2 plus 1 by I the whole raised to I the whole raised to 1 by I. അപ്പോൾ ith റൂട്ട് എടുക്കുമ്പോൾ 1ന്റെ ന്യൂമറേറ്ററിന്റെ ith റൂട്ട് 1 തന്നെ, ഡിനോമിനേറ്ററിൽ എടുക്കുമ്പോൾ 2 plus 1 by i the whole raised to I the whole raised to 1 by i വരും. അപ്പോൾ പവർ റൂൾ പ്രകാരം അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1 by 2 plus 1 by i തന്നെ കിട്ടും. അപ്പോൾ 1 by 2 plus 1 by i വരും. ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. സെയിം തന്നെ. i ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 by 2 എന്ന് കിട്ടും. അപ്പോൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈക്വൽ ടു 1 by rho, ദാറ്റ് ഈസ് 1 by 1 by 2, ദാറ്റ്സ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസ് ചോദിക്കുക കേട്ടോ. അപ്പോൾ കോഎഫിഷ്യന്റിന്റെ പവറിൽ വാല്യൂസ് ഉണ്ടെങ്കിൽ റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യുക, അല്ലാത്തവർക്കൊക്കെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദി ഡിഫറൻസിയേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ഓഫ് പവർ സീരീസ്, അതെന്താന്ന് നോക്കാം. To differentiate or integrate a power series within its radius of convergence are, differentiate or integrate it term by term. If mod x minus x naught less than r, mod x minus x naught less than r ആണ് എങ്കിൽ, അതായത് കൺവേർജ് ചെയ്യുമെങ്കിൽ, d by dx, ആദ്യം ഡെറിവേറ്റീവ് ആണ് പറയുന്നത്, ഡെറിവേറ്റീവ് ഓഫ് ദിസ് പവർ സീരീസ് is equal to sigma equal to 1 to infinity I into ai into x minus x naught the whole raised to I minus 1 ആണ് വരുന്നത്.
അതുപോലെ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സിഗ്മ ഈക്വൽ ടു 0 to infinity ai ഡിവൈഡഡ് ബൈ ഐ പ്ലസ് 1 എക്സ് മൈനസ് എക്സ് നോട്ട് റേസ് ടു ഐ പ്ലസ് 1 പ്ലസ് സി എന്നാണ് വരുന്നത്. ഓക്കെ, ഇത് കൺവേർജ് ചെയ്യുന്ന മോഡ് എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ആർ എന്നുള്ള ഇൻ്റർവെല്ലിൽ മാത്രമേ ഹോൾഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഫോർമുല പഠിക്കാം കേട്ടോ, രണ്ടിൻ്റെയും ഡെറിവേറ്റീവിൻ്റെയും ഇൻ്റഗ്രലിൻ്റെയും ഫോർമുല പഠിക്കാം. പ്രോബ്ലം നോക്കാം. If f of x equal to sigma equal to 0 to infinity x raised to I by I factorial, show that f dash of x equal to f of x. Conclude that f of x equal to e raised to x. കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന സീരീസ് സിഗ്മ ഈക്വൽ ടു 0 to infinity x raised to I by I എന്നാണ്. നമുക്കറിയാം ഇത് കൺവേർജസ് ഫോർ ഓൾ എക്സ് എന്ന് നമ്മൾ ഓൾറെഡി, അതായത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ആറ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ചിലപ്പോൾ അറിയാത്ത സീരീസ് ആവും തരിക. ഇവർ ജസ്റ്റ് ഇത് കൺവേർജസ് ഫോർ ഓൾ എക്സ് എന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ എഴുതി വെക്കേണ്ട. ഇത് നിങ്ങൾക്കറിയാലോ, റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാനാണ് സുഖം. റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രോബ്ലം. എന്താ ഞാൻ കാണിച്ചു തരാം. ആർ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് കിട്ടും. അപ്പോൾ എല്ലാ എക്സുകൾക്കും ഇത് കൺവേർജൻ്റ് ആണ് എന്ന് കിട്ടും. ഈ പ്രോബ്ലം ആണിത്. നമ്മൾ ചെയ്തതാണ് 1 by I ഫാക്ടോറിയൽ എടുത്തിട്ട് ആർ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് കിട്ടുന്ന പ്രോബ്ലം. അപ്പോൾ അതവിടെ ചെയ്ത് വെക്കണം കേട്ടോ. അറിയാത്തൊരു സീരീസ് ആണെങ്കിൽ ഇത് ഇറ്റ് കൺവേർജസ് ഫോർ ഓൾ എക്സ് നമുക്ക് എഴുതാനായിട്ട് പറ്റില്ല. നിങ്ങൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിച്ചിട്ട് അത് എഴുതാവും. ഇപ്പോൾ എവിടെയാണോ അത് കൺവേർജ് ചെയ്യുന്നത് അവിടെ നമുക്ക് ഈ ഡെറിവേറ്റീവിനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഡെറിവേറ്റീവിനെ ഫോർമുല അപ്ലൈ ചെയ്താൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ഐ സിഗ്മ ഈക്വൽ ടു 1 to infinity, ഇവിടെ ഒരു ഐ കൂടും, ഐ ഇൻറ്റു എക്സ് റേസ് ടു ഐ മൈനസ് 1 ആവും ഫോർമുലയുടെ പ്രകാരം. ബാക്കി ഐ ഫാക്ടോറിയൽ അങ്ങനെ തന്നെ അല്ലേ. എന്തായിരുന്നു വ്യത്യാസം വരിക? ഇവിടെ ഐ എന്നുള്ളതിൻ്റെ കൂടെ ഒരു ഐ മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിൻ്റെ പവറിൽ ഐ മൈനസ് 1 ആക്കണം. അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇവിടെ. ദാറ്റ് ഈസ് സിഗ്മ ഈക്വൽ ടു 1 to infinity എക്സ് റേസ് ടു ഐ മൈനസ് 1. ഇവിടെ ഒരു ഐ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ഐ ഫാക്ടോറിയൽ ഉണ്ട്. ഐ ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 മുതൽ ഐ വരെയുള്ള ആൾക്കാരുടെ പ്രൊഡക്റ്റാണ്. മുകളിലുള്ള ഐയും താഴെയുള്ള ഐയും വെട്ടിപ്പോയാൽ പിന്നെ ഇവിടെ 1 മുതൽ ഐ മൈനസ് 1 വരെയുള്ള ആൾക്കാരുടെ പ്രൊഡക്റ്റാണ് ഉണ്ടാവുള്ളൂ. 1 മുതൽ ഐ മൈനസ് 1 വരെയുള്ള ആൾക്കാരുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഐ മൈനസ് 1 ഫാക്ടോറിയൽ ആണ്. സിഗ്മ ഈക്വൽ ടു 1 to infinity എക്സ് റേസ് ടു ഐ മൈനസ് 1 ബൈ ഐ മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് കിട്ടും. ഓക്കെ, അത് തന്നെയാണ് എന്ത് സിഗ്മ ഈക്വൽ ടു 0 to infinity എക്സ് റേസ് ടു ഐ ബൈ ഐ മൈനസ് ഐ ഫാക്ടോറിയൽ. കാരണം ഇവിടെ ഐ ഈക്വൽ ടു 1 to infinity ആയിരുന്നു. ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഈ സിഗ്മയിലും കൂടി വ്യത്യാസമുണ്ട്. സിഗ്മ ഈക്വൽ ടു 1 to infinity അവിടെ വരുള്ളൂ. ഇൻ്റഗ്രലിൽ സെയിം തന്നെയാണ് 0 to infinity. അപ്പോൾ ആ വ്യത്യാസം കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇവിടെ ഐ ഈക്വൽ ടു 1 to infinity കൊടുക്കുമ്പോൾ കിട്ടുന്ന സീരീസും ഐ ഈക്വൽ ടു 0 to infinity പിന്നെ ഇതിൽ ഐ മൈനസ് 1 പകരം ഐ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഈ സീരീസും രണ്ടും സെയിം തന്നെയാണ്. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി നോക്കാം, ഇതും എക്സ്പാൻഡ് ചെയ്ത് എഴുതി നോക്കാം, സെയിം തന്നെയാണ് നമുക്ക് കിട്ടുക. അത് വ്യത്യാസം മനസ്സിലാവേണ്ട, എന്താ ഭയങ്കര വ്യത്യാസം ഫീൽ ചെയ്യണമെങ്കിൽ രണ്ടും ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി നോക്കും, സെയിം തന്നെ കിട്ടും. ഇവിടെ ഐ ഈക്വൽ ടു 1 to infinity ആകുമ്പോൾ ഇവിടെ എക്സ് റേസ് ടു 0 അല്ല ആദ്യം വരുന്നത്, അത് തന്നെയാണ് നമുക്ക് ഇതിലും കിട്ടുക. സെയിം തന്നെയാട്ടോ ഇത് രണ്ടും. അപ്പോൾ സെയിം എഫ് ഓഫ് എക്സ് തന്നെയാണ് എന്നുള്ളത് കിട്ടും. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി എഫ് ഓഫ് 0 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന് അസ്യൂം ചെയ്ത് നോക്കുക. സി ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന് അസ്യൂം ചെയ്ത് നോക്കുക ഫോർ സം സി. എഫ് ഓഫ് 0 ഈക്വൽ ടു 1 ആണ് അല്ലേ. ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ പ്ലേസിൽ എഫ് ഓഫ് 0 എന്ന് കൊടുത്ത് നോക്കുക. അപ്പോൾ എഫ് ഓഫ് 0 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ എഫ് ഓഫ് 0 ഈക്വൽ ടു 1 എന്നുള്ളത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we have c e raised to 0 equal to 1, from that c equal to 1 എന്ന് കിട്ടും. And hence f of x equal to e raised to x എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് അത് സിൻ്റെ ഒരു മൾട്ടിപ്പിൾ ഓഫ് ഇ റേസ് ടു എക്സ് ആക്കി എഴുതി, പിന്നെ ആ സിനെ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ സി ഈക്വൽ ടു 1 ആണെന്ന് കിട്ടി. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് എന്ന് കൺക്ലൂഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാം കേട്ടോ, എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. അടുത്തത് ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു 0 to infinity ഐ ബൈ ഐ പ്ലസ് 1 എക്സ് റേസ് ടു ഐ. ഫൈൻഡ് എ സീരീസ് എക്സ്പ്രഷൻ ഫോർ എഫ് ഡാഷ് ഓഫ് എക്സ്, വേർ ഈസ് ഇറ്റ് വാലിഡ്. എഫ് ഡാഷ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് എവിടെയാണ് വാലിഡ് ആവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ് വാലിഡ് ആവണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡ് എക്സ് ലെസ് ദാൻ ആർ ആവണോടത്താണ് അത് വാലിഡ് ആവുന്നത് അല്ലേ. മോഡ് എക്സ് ലെസ് ദാൻ ആർ ആവുമ്പോൾ മാത്രമേ ഡെറിവേറ്റീവ് ഇൻ്റഗ്രലൊക്കെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കണം, അത് മസ്റ്റ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു ഐ ഈക്വൽ ടു എന്നാണ് കേട്ടോ 0 to infinity ഐ ബൈ ഐ പ്ലസ് 1 എക്സ് റേസ് ടു ഐ. അപ്പോൾ ഇതും നമ്മൾ ചെയ്ത പ്രോബ്ലം ആയതുകൊണ്ട് അവരവിടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് നേരെ എഴുതി വെച്ചിരിക്കുകയാണ്, കൺവേർജസ് ഫോർ മോഡ് എക്സ് ലെസ് ദാൻ 1.
അപ്പോൾ ഇത് മുമ്പ് ചെയ്ത പ്രോബ്ലം ആയതുകൊണ്ടാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോഴും ഇവിടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിച്ചോളൂ. റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് ഇത് ചെയ്യാൻ, റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് ചെയ്യാനാണ് എളുപ്പം. അപ്പോൾ റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇവിടെ കണ്ടുപിടിക്കുക. എന്നിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് വെൻ മോഡ് എക്സ് ലെസ് ദാൻ 1, മോഡ് എക്സ് ലെസ് ദാൻ 6 ആകുമ്പോഴാണ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാന്ന് പറയുക. എന്നിട്ട് ഡെറിവേറ്റീവിനെ കാൽക്കുലേറ്റ് ചെയ്യുക ആ ഒരു ഇന്റർവെല്ലിൽ. അപ്പോൾ ഇവിടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇവിടെ ഇങ്ങനെ വെറുതെ എഴുതാതെ നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് എഴുതണം കേട്ടോ നോട്ട് എഴുതുമ്പോഴും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഐ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. സമ്മേഷൻ 0 to infinity എന്നുള്ളത് 1 to infinity ആക്കേണ്ടി വരും. എക്സ് റേസ് ടു വൈ എന്നുള്ളത് എക്സ് റേസ് ടു വൈ മൈനസ് 1 ആക്കേണ്ടി വരും. അതല്ലേ ഫോർമുലയിൽ വ്യത്യാസം വരിക. അപ്പോൾ സിഗ്മ ഈക്വൽ ടു 0 to infinity എന്നുള്ളത് എന്താക്കുക, അത് തെറ്റി എഴുതിക്കുന്നതാണ് നിങ്ങൾ 1 to infinity എന്നാക്കുക. 1 to infinity ഒരു ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ സ്ക്വയർ ബൈ ഐ പ്ലസ് 1 എക്സ് റേസ് ടു വൈ മൈനസ് 1 വെൻ മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് എഴുതി വയ്ക്കുക. ഓക്കെ, ഇത് തെറ്റി എഴുതിയേക്കുന്നതാണ് കേട്ടോ. അത് 1 to infinity ആക്കണം നോട്ടിൽ എഴുതുമ്പോൾ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി റൈറ്റ് ഡൗൺ ദ പവർ സീരീസ് ഫോർ എക്സ് ബൈ 1 plus x square and ln of 1 plus x square. Where do they converge? അപ്പോൾ 1 by 1 plus x square, we expand 1 by 1 plus x square as a geometric series using the general formula 1 by 1 minus r is equal to 1 plus r square plus etc. നമുക്ക് അറിയാവുന്ന ഒരു ഫോമാണിത്. നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അറിയാവുന്ന ഒരു ഫോർമുലയാണിത്. 1 by 1 minus r is equal to 1 plus r square plus etc എന്നുള്ളത്. അതിന് പകരം നമുക്ക് 1 by 1 plus x squareന്റെ എക്സ്പാൻഷൻ എഴുതുമ്പോൾ ഇവിടെ മൈനസ് r ആയിരുന്നിടത്ത് ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത് വിചാരിച്ചാൽ മതി. 1 by 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ 1 by 1 മൈനസ് ആറുമായിട്ട് കമ്പയർ ചെയ്യാമല്ലോ. അപ്പോൾ ആറിൻ്റെ പ്ലേസിൽ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത് കിട്ടും. അപ്പോൾ ആറിൻ്റെ പ്ലേസിൽ മൈനസ് എക്സ് സ്ക്വയർ ഈ എക്സ്പാൻഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് റൈസ് ടു 4 മൈനസ് എക്സ് റൈസ് ടു 6 അങ്ങനെ പോകും. എന്നിട്ട് ഇതിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ കിട്ടും. നമുക്ക് ഇതിൻ്റെ അല്ലേ എക്സ് ബൈ 1 plus x സ്ക്വയറിൻ്റെ അല്ലേ കിട്ടേണ്ടത്. അപ്പോൾ ഇനി ഇതിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് മൈനസ് ഈ സീരീസിനെ കംപ്ലീറ്റ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് എക്സ് ബൈ 1 plus x സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ കിട്ടുക. ആദ്യം 1 by 1 plus x സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ചു. പിന്നെ നമുക്ക് ആവശ്യം എക്സ് ഇൻറ്റു 1 by 1 plus x സ്ക്വയർ ആണ്. അപ്പോൾ ത്രൂ ഔട്ട് ഈ സീരീസിനെ LHSലും RHSലും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു 5 മൈനസ് എക്സിട്ര എന്ന് കിട്ടും. വിച്ച് കൺവേർജസ് ഫോർ മോഡ് എക്സ് ലെസ് ദാൻ 1. റേഡിയസ് ഓഫ് കൺവേർജൻസ് വെച്ചിട്ട് പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ln 1 plus x സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി ബൈ ഡി എക്സ് ഓഫ് ln 1 plus x സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആദ്യം 1 by 1 plus x സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x എന്ന് വരും അല്ലേ. അപ്പോൾ 2x. അപ്പോൾ ഇതിൽ 2നെ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആദ്യം ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു എന്നിട്ട് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. എന്നാലാണ് നമുക്ക് ln 1 plus x സ്ക്വയറിൻ്റെ എക്സ്പ്രഷൻ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇത് യൂസ് ചെയ്ത് ഈ lnൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ പോണത്. അപ്പോൾ ആദ്യം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. വീണ്ടും ln 1 plus x സ്ക്വയറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ln 1 plus x സ്ക്വയർ എന്ന് വരും. അതായത് 2 ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ബൈ 1 plus x സ്ക്വയർ ഡി എക്സ് എന്ന് കിട്ടും. അതായത് 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഇതിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പ്രഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് മൈനസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റൈസ് ടു 5 മൈനസ് എക്സിട്ര. എന്നിട്ട് നേരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് 2 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ എഴുതുമ്പോൾ ഇതിൻ്റെ സീരീസ് ഫോം അവിടെ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ആദ്യം 1 by 1 plus x സ്ക്വയറിൻ്റെ എക്സ്പ്രഷൻ ജോമെട്രിക് സീരീസുമായിട്ട് കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കും. പിന്നെ എക്സ് ബൈ 1 plus x സ്ക്വയറിൻ്റെ എക്സ്പ്രഷൻ LHSലും RHSലും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കും. പിന്നെ നമുക്ക് ln 1 plus x സ്ക്വയറിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഫോം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും എന്നിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ആ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ മുകളിൽ കണ്ടുപിടിച്ച ആ ഒരു സീരീസിലെ ഫോമിൽ നമുക്കത് കിട്ടും. അപ്പോൾ എന്നിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ സീരീസ് എക്സ്പാൻഷൻ കിട്ടും. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ സീരീസ് എക്സ്പാൻഷൻ എഴുതാൻ അറിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തത്. പിന്നെ അതിൻ്റെ കണ്ടീഷൻ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. മോഡ് എക്സ് ലെസ് ദാൻ 1ലും എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1ലും ഇതിൻ്റെ സെയിം കേസ് തന്നെയാണ് ഇതിനും വരിക.
ആണ് അതിന് കൺവേർജൻസ് ഉള്ളത് എന്നുള്ളതും കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് ഇതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ്